എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പൂരത്തിൻ്റെ വെടിക്കെട്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് മറ്റിടങ്ങളിലെ വെടിക്കെട്ട് പോലെയല്ല. അത് ശബ്ദം മാത്രമല്ല, അവിടെ ഒരുപാട് വർണ്ണങ്ങളുണ്ട്, വെറൈറ്റികളുണ്ട്. ഓലപ്പടക്ക് ഇത്രയധികം ഉപയോഗിക്കുന്നത് വേറെ ഒരിക്കലുണ്ടാവില്ല അല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓലപ്പടക്കാണ്. ഇതിനൊരു ഋതുണ്ട്. ഇത് പൊട്ടി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു തിരമാല, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു മേളത്തിന്റെ കലാശം എങ്ങനെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് കലാശം, ആ രീതിയിലാണ് ഈ വെടിക്കെട്ട് ഒരുക്കുന്നത്. തിരിയില്ലെങ്കിൽ ഈ വെടിക്കെട്ട് ഇല്ല എന്നാണ് വിൽസേട്ടൻ പറയുന്നത്. വെടിക്കെട്ടിൻ്റെ മെയിൻ സൂത്രധാരനാണ് കരിന്തിരി. പടക്കമായാലും കുണ്ടായാലും കുഴിമലായാലും ഡൈനായാലും ഒക്കെ തീ വയ്ക്കണമെങ്കിൽ ഈ കരിന്തിരി വേണം. സംഭവം നടന്ന് ഇതൊരു ഇങ്ങനെ നേരത്തെ തന്നെ അറിഞ്ഞ ഒരു സമയത്ത് നമ്മൾ നേരെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിൽ നമ്മളോട് പ്രതികരിച്ച തിരുവമ്പാടിയിലെ ഈ വെടിക്കെട്ടിൻ്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്ന ശശിയേട്ടനോടാണ് വിളിച്ച സമയത്ത് അദ്ദേഹം വളരെ ഹൃദയം നുറുങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം പോയി എന്നുള്ളത്. നമ്മൾ ആ കണ്ട ഓരോരുത്തരിലും വലിയ ഒരു ആവേശമുണ്ടായിരുന്നു. അത് പൂരത്തിൻ്റെ ഒരു ആവേശമായിരുന്നു. പക്ഷേ ആ ആവേശം അധികം നേരം നീണ്ടു നിന്നില്ല. ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു അപകടം, ഇങ്ങനെ ഒരു ദുരന്തം അവരെ തേടിയെത്തും എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ തമാശ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ചില ആളുകളുടെ അടുത്തൊക്കെ തന്നെ, ഇപ്പോൾ വിൽസേട്ടൻ്റെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത്, ആ സമയത്ത് തൊട്ടിപ്പുറത്ത് നിന്ന് മറ്റു ചിലർ കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അവരുടെ ഒരു ചില ആളുകളെ മാത്രം നിങ്ങൾക്ക് മതിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ തന്നെ അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഇത്ര ആളുകൾക്ക് വേണം, അതൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 3:30-4 മണിയോട് കൂടി തന്നെ ഇവിടെ ജോലികളൊക്കെ തന്നെ അവസാനിപ്പിക്കും. കാരണം ഒറ്റ ഷെഡുകളിലും വൈദ്യുതിയില്ല. അത് പകൽ വെളിച്ചത്തിലാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. കാരണം അത് മൂലം എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഒക്കെ തന്നെ ഉണ്ടായാൽ അതൊരു പ്രശ്നമാകരുതല്ലോ. അല്ലെങ്കിൽ അത് അത്രത്തോളം സുരക്ഷിതമായാണ് എല്ലാം തന്നെ ചെയ്യുന്നത്. 3:30 കൂടി അവർ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങാനായി നിന്നിരുന്നതാണ്. നമ്മളുടെ ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെയുള്ള ഒരു വ്യക്തിയുടെ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ടോ, അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് ചോദിച്ച് നമ്മളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കും അവരോട് പറയാനൊരു ഉത്തരമില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്കും അറിയില്ല, അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം നമുക്കും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട